എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ വീക്കെൻഡ് ടൂറിൽ ജഹറത്ത് ലബൻ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സ്ഥലം റിയാദ് ടൗണിൽ നിന്ന് ജിദ്ദ റോഡിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് താഴ്വരകളും ഡാമുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ജഹറത്ത് ലബനിൽ ഒരു ലുലു മാള് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് വന്നിട്ടാണ്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ എത്താൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. രാവിലെ ഒരു 8:20 എത്തി. ഇവിടെ എങ്ങും ആരെയും കാണാനുമില്ല. പാർക്കിംഗ് എല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ദൂരക്കാഴ്ചയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാമെങ്കിലും അവിടെ പോകാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. 2-3 കാറുകളൊക്കെ കിടക്കുന്നു, അത്രയേ ഉള്ളൂ. ആരെയും കാണാനുമില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തുറക്കില്ലേ എന്നൊക്കെ ഒരു സംശയം. ഒരു എൻട്രൻസ് ഇതാണ്. അതിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് മാളിലേക്ക് കടക്കാനുള്ള നടപ്പാതയാണ്. ആ നടപ്പാതയിൽ മെറ്റൽ ഫ്രെയിം വെച്ചിട്ട് ചതുരത്തിൽ വ്യത്യസ്ത രൂപങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിൽ ചെറിയ ഗാർഡനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ നടപ്പാത നേരെ നീളുന്നത് നമ്മുടെ ലുലു മാളിലേക്കാണ്. അപ്പോൾ ഞാനങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ 2 പേരവിടെ നിൽക്കുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് 9 മണിയായിട്ട് തുറക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഒരു അരമണിക്കൂർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തു. 9 മണിയായി. തുറന്നു. അകത്ത് കയറി ഒരു കാർട്ടെടുത്തു. ഉള്ളിൽ പ്രവേശിക്കുകയാണ്. എത്തിയിട്ടുണ്ട്. മറ്റു വലിയ ഹൈപ്പർ മാർക്കറ്റ് പോലെ അത്ര വലിപ്പമില്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയുള്ള എല്ലാ സാധനങ്ങളും പറഞ്ഞ രീതിയിൽ ഇവിടെയുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇനിയിപ്പോൾ കൗണ്ടറിലെത്തി. ക്യാഷ് കൗണ്ടറിൽ പേ ചെയ്യാൻ വേണ്ടി അത് കൊടുക്കുകയാണ്. കുറച്ച് അരിയും കുറച്ച് വെജിറ്റബിൾസും ഹണിയൊക്കെ ആയിട്ട് വാങ്ങിച്ചു. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ അവിടുന്ന് യാത്ര തിരിക്കുക. സാധനങ്ങൾ അവർ കാർട്ടിൽ വയ്ക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ ഇവിടെ കൂടുതലും സൗദി സ്റ്റാഫുകളാണ്. കാറ് വരും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പേ ചെയ്തു. ഞാനിനി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും. വണ്ടിയൊക്കെ നിറഞ്ഞു, പാർക്കിങ്ങൊക്കെ നിറഞ്ഞു. അവിടുന്ന് ഞാൻ തിരിച്ച് പോകുന്ന വഴിയാണ്. ഇത് വലിയ മലകളൊക്കെ വെട്ടി മാറ്റി ഉണ്ടാക്കിയ റോഡാണെന്ന് തോന്നുന്നു. 2 വശത്തും നല്ല പാറക്കല്ല് പോലെ ഉറച്ച ചെങ്കല്ലിൻ്റെ മതിലാണ്. നല്ല കാഠിന്യം തോന്നാം. ഈ റോഡ് നേരെ പോകുന്നത് ദമാം റൂട്ടാണ്. അപ്പോൾ ആ റോഡിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വലിയ അധികം തിരക്കൊന്നുമില്ല. വിശാലമായിട്ടുള്ള റോഡ്. അപ്പോൾ ഈ റോഡിൻ്റെ വശങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ ചെങ്കല്ലും മലയൊക്കെ വെട്ടി നിരത്തി അരിഞ്ഞു മാറ്റിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് കാണാം. വലിയ മലയാണ്. ഈ മലയുടെ മുകൾ വശത്ത്
വീടുകളും കാണാം. അത് നിങ്ങൾക്ക് ക്യാമറയിൽ വീഡിയോയിൽ ദൃശ്യമാവുന്നറിയില്ല. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ മലയുടെ മുകളിലൊക്കെ വീടുകളുണ്ട്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇത് കാണുന്ന ഒരു വലിയ കുഴിയാണ് കേട്ടോ. അവിടെ വെള്ളമൊക്കെ കാണാമായിരുന്നു. ഞാൻ മൊബൈൽ അങ്ങോട്ട് തിരിച്ചു, പക്ഷേ അത് ആ ദൃശ്യം വീഡിയോയിൽ പതിഞ്ഞിട്ടില്ല ദൗർഭാഗ്യവശാൽ. അത് ഗ്ലാസിൻ്റെ ഭാഗം കൊണ്ട് മറഞ്ഞുപോയി. അല്ലെങ്കിൽ അവിടെ ഒരുപാട് ഒരുപാട് വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീക്കെൻഡ് ടൂറ് അവസാനിപ്പിച്ച് നേരെ റൂമിലേക്ക്.